പിന്നെ മുമ്പിലൂടെ നടത്തം, ഈ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെയുള്ള നടത്തം, അതിനൊരു പരിഹാരം കൂടിയാണ് വാസ്തവത്തിൽ ഒരു പരിധി നിശ്ചയിക്കുക. നമ്മളൊരു പരിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഒരു തൂണിന്റെ നേരെ നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ആരും അതിന്റെ അടിയിൽ കൂടി പോവില്ല, ഒരു ചുമരിന്റെ നേരെ നിസ്കരിക്കുമ്പോൾ ആരും അതിന്റെ അടിയിൽ കൂടെ പോവില്ല. നേരെ കുറച്ച് ഒന്നുമില്ലാതെ നമ്മൾ ഒരു മറയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആൾക്കാരെ അതിന്റെ മുമ്പിലൂടെ പോകാനും ചാടാനും ഒക്കെ തയ്യാറാവുക. മാത്രമല്ല അതിന്റെ ഗൗരവം വളരെ ഗൗരവ സ്വരത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് ഇബ്നു സമ്മത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാല, സഹാബിയാണ്, അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി മാദാ അലൈഹി ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമറ ബൈന യദൈഹി. ലൗ യഅലമുൽ മാറു, നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ബൈന യദയിൽ മുസല്ലി, നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മാദാ അലൈഹി, എന്താണ് അവനുള്ള കുറ്റവും എന്താണ് അവൻ ചെയ്യുന്ന തെറ്റെന്നും അതിനുള്ള ശിക്ഷ എന്താണെന്നും അവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലകാന അൻ യഖിഫ അൻ 40, 40 കാലം, കൊല്ലംന്നോ അതോ ദിവസംന്നോ പല അഭിപ്രായ വ്യത്യാസങ്ങളോട് 40 എന്നാണ് ഹദീസിലുള്ളത്. ഒരിടത്ത് കാണുന്നത് 40 കൊല്ലം എന്നാണ്. 40 കൊല്ലം അല്ലെങ്കിൽ 40 ദിവസം ഒരൊറ്റ സ്ഥലത്ത് തന്നെ നിൽക്കേണ്ടി വന്നാലും ഖൈറൻ ലഹു, അതാണ് അവന് നല്ലത്, മിൻ അൻ യമുറ ബൈന യദൈഹി, നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്നതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവന് പ്രയാസം ഉണ്ടായിട്ട് ഒരൊറ്റ നൃത്തം നിന്ന നിൽപ്പിൽ തന്നെ 40 കൊല്ലം നിൽക്കേണ്ടി വന്നാലും അതാണ് അവന് ഖൈറ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ. എന്നാലും ഇതിന്റെ അടിപിടി പോണീന്റെ ഗൗരവം പറഞ്ഞതാണ്. ഒരാൾക്ക് അതിന്റെ മുമ്പിലൂടെ അല്ലാതെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, അത് വേറെ വിഷയം. പക്ഷെ അകാരണമായിട്ട് ഇങ്ങനെ പോകുന്നതിന്റെ തെറ്റ് ഗൗരവമാണോ പറയുന്നത്? 40 കൊല്ലം ഒരിടത്ത് നിൽക്കേണ്ടി വന്നാലും കാരണം കൂടാതെ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പോകരുത്, ഒരു ധിക്കാരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടത്. അങ്ങനെ വരുന്നവനെ ശൈത്താനാണെന്നാണ് നബി പറഞ്ഞത്. അങ്ങനെ വരുന്നവൻ ശൈത്താനാണ്, അവനെ തടയണം, പ്രതിരോധിക്കണം. അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഒരു ഇടിവെച്ചു കൊടുക്കണം എന്നാണ്, അവനെ പ്രതിരോധിക്കണം എന്നാണ്. അത്തരമൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഇദാ സല്ലാ അഹദുകും ഇലാ ശൈഇൻ യസ്റുഹു മിനൻ നാസി ഫഅറാദ അഹദുൻ അൻ യജ്താദ ബൈന യദൈഹി ഫൽയദ്ഫഉഹു ഫഇൻ അബാ ഫൽയുഖാതിൽഹു ഫഇന്നമാ ഹുവ ശൈത്താൻ. റവാഹുൽ ബുഖാരി വ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇദാ സല്ലാ അഹദുകും ഇലാ ശൈഇൻ യസ്റുഹു മിനൻ നാസി, ജനങ്ങൾ അതിലൂടെ കടന്നു പോകരുതെന്ന നിലക്ക് നിങ്ങളൊരു സൂത്രത്തിലേക്ക് ഒരു മറ വെച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയും എന്നിട്ടും ഫഅറാദ അഹദുൻ അൻ യജ്താദ ബൈന യദൈഹി, നിങ്ങളുടെ മുമ്പിലൂടെ തന്നെ മുറിച്ചു കിടക്കാൻ വേണ്ടി ഒരുത്തൻ വരികയും ചെയ്താൽ ഫൽയദ്ഫഉഹു, നിങ്ങൾ അവനെ തടുക്കണം. അപ്പൊ ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കാണ് കൈവിട്ടുകൾ അല്ലെങ്കിൽ തോണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഫഇൻ അബാ, അതിനും അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഫൽയുഖാതിൽഹു, എനിക്ക് അവനോട് യുദ്ധം ചെയ്യാവുന്നതാണ് എന്നാണ് നബി പറഞ്ഞത്. കാര്യത്തിൽ അവനോട് ശരിക്ക് ബലം പ്രയോഗിച്ച് തടയാവുന്നതാണ്. ഫഇന്നമാ ഹുവ ശൈത്താൻ, എന്താ കാരണം? ഇവൻ ശൈത്താനാണ്, ഇവൻ ശൈത്താനാണ് ഈ വരുന്നോ, നല്ലൊരു മനുഷ്യനാണ് ചെയ്യൂല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോ ചാൻസ് നോക്കി ഇങ്ങനെ നിന്നിട്ട് ഇനിയിപ്പോ ആരെങ്കിലും ഒന്ന് പോകണ്ടോ നോക്കി ഇടിച്ചു കൊടുക്കാനൊന്നും നിൽക്കണ്ട. പോണ്ടെങ്കിൽ അത്യാവശ്യം തടയാ, വിവരമില്ലാത്തതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അവനോട് പറയാം. ഇതൊക്കെ മനസ്സിലാക്കിയ കൗമിന്റെ മുമ്പിലാണ്. അല്ലാത്തവനതൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യനോട് ചിലപ്പോൾ നമ്മളെ നിസ്കാരവും വസാദായി, ആ പള്ളിയിലുള്ളവന്റെ നിസ്കാരം ആകെ വസാദാക്കും. 4 തൊള്ളിയും വച്ചിട്ട് നമുക്ക് തിരിയാത്ത ഭാഷയിലോ പറയും ചെയ്യാം, പിന്നെ അങ്ങോട്ട് പറയാനും പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇനിയിപ്പോ ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്ത് 4 1 നമ്പർ ഇടി പാസ്സാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലൊക്കെ തടഞ്ഞൊക്കെ 2ാമത്തെ വട്ടം ഒറ്റ ഇടി വെച്ചെടുക്കാൻ അവർ ചിന്തിക്കേണ്ട. അത്രയും കൂടി നബി അതിന്റെ ഗൗരവം പറയണേ. അങ്ങനെ തടുക്കാൻ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ, അതിന് മുമ്പിലൂടെ തന്നെ പോകാൻ വേണ്ടി ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ തടുക്കാം. അവൻ ആരല്ല, ശരിയായ മനുഷ്യനല്ല, ശൈത്താനാണ് എന്ന്. ശൈത്താന്റെ പരിപാടിയാണ് നിസ്കാരത്തിന്റെ മുമ്പിൽ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയില്ല ഈ നടത്തം, യാതൊരു ലക്കുലകാനില്ലാത്ത ഈ പോക്കുണ്ടല്ലോ, അത് ശൈത്താന്റെ പരിപാടിയാണ്. അതുകൊണ്ട് അത് നിർത്തണം എന്ന് ഗൗരവ സ്വരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിരിക്കുന്നത്.